സംപൂജ്യ സ്വാമിമാർ, ആദരണീയരായ ഗുരുജനങ്ങളെ, സൗഹൃദ സഹോദരന്മാരെ, എല്ലാവർക്കും ഉണ്ടാവാം. ഒരു പ്രഭാഷണത്തിന് വലിയ പ്രസക്തിയില്ലെന്ന് അറിയാം. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു നിർത്താം. ഭാരത ലോകത്തിന് മുന്നിലേക്ക് വെച്ച ആത്മീയ തത്വശാസ്ത്രം മഹാദേവനിൽ, സദാശിവനിൽ തുടങ്ങി ശങ്കരാചാര്യരിലൂടെ ഇന്നത്തെ സന്യാസ പരമ്പരയിൽ, ആചാര്യ പരമ്പരയിൽ എത്തി നിൽക്കുന്നു. ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ദ്വാദശ ലിംഗ മഹാക്ഷേത്രങ്ങൾ, 12 മഹാലിംഗ ക്ഷേത്രങ്ങൾ, 5 പഞ്ചമഹാഭൂത ക്ഷേത്രങ്ങൾ, ഇവയൊക്കെ വളരെ പ്രശസ്തമായി നമ്മുടെ ഭാരതത്തെയും ലോകത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടി നിൽക്കുന്നതോടൊപ്പം പഞ്ചമുഖ ശിവനെ പറ്റിയൊക്കെ നമുക്കൊക്കെ കുറെയൊക്കെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള സദ്യോജാതൻ സൃഷ്ടി വാമദേവൻ വടക്കോട്ടുള്ളത്, അത് സ്ഥിതി തെക്കോട്ടുള്ള അഘോരം, അത് ലയം സംഹാരത്തിനും, കിഴക്കുള്ളത് തത്പുരുഷൻ, അത് തിരോഭാവം, ഈശാനൻ, മുകളിലേക്കുള്ളത് അനുഗ്രഹത്തിന്. എന്നാൽ പുതിയ കാലം നൂറ്റാണ്ടുകളായി പൂർവികരായിട്ട് പിന്തുടർന്നു വന്ന ചതുർമുഖ ശിവൻ. അതിലിവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, സങ്കല്പിച്ചിട്ടുള്ളത് സൃഷ്ടി, സ്ഥിതി, സംഹാരം അഥവാ ലയം. ഇതിനു വേണ്ടി ശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇവയ്ക്ക് മൂന്നിനും ആധാരമായ ശക്തി അത് പാർവതീദേവി. ഈ സൃഷ്ടിസ്ഥിതി സംഹാരം ശക്തി ഇവയുടെ സമന്വയമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ യാത്രകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഓരോ വർഷം നടക്കുന്ന ഇതിന്റെ പരിവർത്തനങ്ങൾ. പക്ഷെ ഈ യാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലിംഗത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. ഈ പ്രതീകത്തിലൂടെ സമസ്ത ചരാചരങ്ങൾക്കും ആത്മീയവും ഭൗതികവുമായ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ ഒരു യാത്രയിലൂടെ നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ 72 ദിവസങ്ങൾ ഈ സാധകർ പോയിട്ട് വരുന്നത് വരെയും നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ ആ പരിവർത്തനം ഉണ്ടാക്കാനുള്ള സാധനകൾ മുടങ്ങാതെ അവർക്ക് വേണ്ടിയും ലോക നന്മയ്ക്കായി നാം പ്രാർത്ഥിക്കുന്നതിലൂടെ നാം നമ്മുടെ ആത്മവികാസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സാധകന്മാരുടെ യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.